ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെ ആയിരിക്കും അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ കാണിക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതുണ്ടല്ലോ, ഏത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാക്കുമല്ലോ, അവരൊക്കെ കുക്കിങ്ങൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഓൽക്കൊക്കെ പറ്റിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞമ്മത് അവിടെ കിടന്ന് വേവട്ടെ മറ്റേ ഗ്യാസിന്മേൽ. നമുക്ക് അപ്പോൾ ഉണ്ടല്ലോ സവോളയും കാര്യങ്ങളൊക്കെ വഴറ്റിയെടുത്ത് മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ സവോളൊക്കെ വഴറ്റി കിട്ടിക്കോളും. പിന്നെ അത് ഞാൻ കുറച്ച് സവോള എന്നറിയണ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് സവോള പിന്നെയും സവോള തന്നെ പറയുള്ളൂ കേട്ടോ. കരിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വയറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ചതച്ച് വെക്കലാണ് കേട്ടോ, കുറച്ച് കൂടുതലായിട്ട്. നമ്മൾ മീൻ പൊരിക്കുമ്പോഴും അതേമാതിരി തന്നെ ചിക്കനിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചതച്ച് വെക്കലാണ്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ ചെറുള്ളി ചതച്ചതും ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റുമാണ് ചതച്ചതുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചതച്ചത്. അപ്പോൾ ഞാനതുണ്ടല്ലോ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതുണ്ടല്ലോ സവോള ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സവോളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂണ് ചെറുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഒരു 2.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-2.5 ടീസ്പൂണ് പിന്നെ നമ്മൾ പച്ചമുളക് ചതച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാ പച്ചമുളകും ഒരേ എരിവ് ആവില്ല കേട്ടോ. കുറച്ച് കൂടുതൽ എരിവുള്ളതാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂണാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ ചിക്കൻ മസാലയൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പാകത്തെരുവായിരിക്കും. അപ്പോൾ അത് നമ്മൾ സവോളയും ഇതൊക്കെ ഏകദേശമൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടല്ലേ കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ പിന്നെ വാടി എല്ലാം സെറ്റായി വരും. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ മുന്നിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിസ്സയാണ് കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് അടിപൊളി പിസ്സയാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പിന്നെ പിസ്സൻ്റെ ഷീറ്റ് ഉണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയും പിസ്സ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, അതേമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന്. 1 ടേബിൾ സ്പൂണോളം കുരുമുളകും പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ചിക്കനൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മസാല കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരളവ് കിട്ടുമല്ലോ. അപ്പോൾ അത്രയും മതി. നമുക്ക് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ എല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം അതിന് പച്ച ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറുനാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് പിന്നെ നമ്മളെ തൈരാണ് കേട്ടോ. അതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ ഇല്ല നോക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, സവോളയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി ഇട്ട് കൊടുക്കണം. ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. അപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ചിക്കനൊന്ന് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഉണ്ടല്ലോ ഈ മസാല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഓൾറെഡി പിന്നെ നമ്മൾ ഇതൊക്കെ ദമ്മൊക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ചിക്കനും ഉണ്ടാവില്ല മസാല ഉണ്ടാവില്ല കേട്ടോ. അവിടെ മക്കളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കും. മോക്കാണ് കേട്ടോ ഏറെ കൂടുതൽ ഇഷ്ടം ഈ മസാല. ചിക്കനാണെങ്കിലും വേവിച്ചിനനുസരിച്ച് അവരെടുത്തുകൊണ്ടേ കഴിക്കും കേട്ടോ. അവർക്ക് പിന്നെ സ്കൂളൊന്നും ഇല്ലായിട്ട് ഇങ്ങനെ ലീവൊക്കെ ആയി നിൽക്കുകയല്ലേ. അപ്പോൾ മോള് ഇവിടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അവൾ തന്നെ പണി ഓക്ക് ഈ മസാല പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ ദമ്മിടാനാകുമ്പോൾ ചിക്കനും മസാലയൊക്കെ കമ്മി തന്നെയായിരിക്കും. അങ്ങനെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ നമ്മൾ ലീവില്ല സ്കൂൾ ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം കേട്ടോ അവർക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചിക്കൻ മന്തിയോ ചിക്കനോ ബിരിയാണിയോ അതേമാതിരിക്ക് പിന്നെ തേങ്ങാച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി ഒരു പാത്രത്തിലാണ് ഞാൻ അളവെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയെന്നില്ലേ കാണിക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ദമ്മിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ ഈസിയാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെച്ച് ഊറ്റേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല. ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ബിരിയാണി വെക്കൽ. നമുക്കും ഈസിയാണ്, പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാണ്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു കുക്കറിലുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് RKG കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കുട്ടിയൊക്കൊന്നും ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടിയൊക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഇതിക്കുണ്ടല്ലോ ഗ്രാമ്പൂ ഏലക്ക പട്ട ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2-3 ഏലക്കയും 3-4 ഗ്രാമ്പൂ അതേമാതിരി തന്നെ 2 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും മതി. നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു പിടി സവോളയും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. പിന്നെ നല്ല വേവില്ല അരിയൊക്കെയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് ഉതിർത്തിരുത്താൽ മതി. ഓവറിട്ട് പൊതിരുന്ന് പറ്റുന്നതാകണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് സമയം മാത്രം വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ലേശം വെള്ളം ഏറെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും മതി. 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്കുണ്ടല്ലോ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പാകത്തിന് ചോറുക്കില്ല മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം നിലക്കി മിക്സ് ആക്കിയിട്ട് ഉപ്പ് പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതുണ്ടല്ലോ തളിച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ തളിച്ച് നല്ല അരി പിന്നെ തളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ അരിയൊക്കെ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കുണ്ടല്ലോ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടല്ലോ ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടോ അല്ലേ അറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ അടിപൊളിയാണ്. ഞാൻ എല്ലാം നെയ്ച്ചോറിൽ ഉണ്ടാക്കണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല വാസനയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബിരിയാണി മസാലയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദമ്മിടുമ്പോഴൊക്കെ ഇടും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതായത് മൂടി വെച്ചിട്ടുണ്ടല്ലോ ഒരു 1-1.5 വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു വിസിലും ഒരു ലേസമാണ് വെച്ച് വെക്കൽ. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്കിത് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ദമ്മിടാൻ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ആവിയൊക്കെ പോകുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും ഒക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് RKG കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുണ്ടല്ലോ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ലീവ് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് പാത്തൊക്കെ ഇരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ചുവടൊക്കെ ആക്കി വെച്ചിരിക്കണം. എങ്ങനെയായാലും തപ്പി പിടിച്ചിട്ട് എടുത്ത് കഴിക്കൂട്ടോ അവർ. ഓൽക്ക് അത് പിന്നെ സ്കൂളും കൂടെ അല്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഓൽക്ക് വലിയ പണി. ഞാൻ ബിരിയാണിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സംഭവം കാണൂല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിക്കുണ്ടല്ലോ സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഉരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നിൻ്റെ ഇടയിലെല്ലാം എടുത്ത് മുഴുവനാക്കണമല്ലോ. നെയ്ച്ചോറ് മറ്റേ തരി ആണെങ്കിലും തൈരച്ചാറാണെങ്കിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറും വെന്ത് സെറ്റായിട്ടുണ്ട്. അതേമാതിരി തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേണം നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ ഒട്ടും വെന്ത് തുടങ്ങിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതുണ്ടല്ലോ 3 ലെയറായിട്ടാണ് ഞാൻ ദമ്മിടുന്നത്.
അപ്പോൾ ഇതാ കുറച്ച് അടിയിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലേക്ക് ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയെന്നില്ലേ കാണിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ. അതാണ് ഇത് ഈ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര ലെങ്ത്തായി പോകില്ലെങ്കിൽ. അപ്പോൾ ഇതാ ബിരിയാണി മസാല കുറച്ച് എൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും വറുത്തെടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ലീഫ് ഇട്ടിട്ട് തന്നെ നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് നല്ല മണമുണ്ട്. അപ്പോൾ എന്തായാലും ലീഫ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഇട്ടെടുത്ത് കണ്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ബാക്കിയുള്ള നെയ്ച്ചോറും കൂടെ ഉണ്ടല്ലോ നമ്മളിതിൻ്റെ മേലേക്ക് ഇട്ടെടുത്തിട്ട് അതേമാതിരി തന്നെ ദമ്മിടുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവസാനമാണ് ഓയിൽ എൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ഓയിലുണ്ടല്ലോ, അവസാനമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് 3ാമത്തെ ലെയറാണ് കേട്ടോ. ബാക്കിയുള്ള മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ദമ്മിടാനൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. പിന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കോളേജ് പണി അങ്ങനത്തെ കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ അവർക്കും ശരിക്കും കിട്ടാൻ അറിയില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാ കുറച്ച് മസാലയും മറ്റേ മല്ലിച്ചപ്പും പുതിനയും അതേമാതിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബാക്കിയിൽ നമ്മളിതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വറുത്തച്ച ഓയിലുണ്ടല്ലോ ബാക്കിയിൽ അതും ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് ദമ്മിടതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതിയല്ലോ. വേറെ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അത്രയും മതി കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോർക്ക് നല്ല ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. അപ്പോൾ ബാക്കി മുഴുവനായിട്ടും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പിന്നെ ഒന്ന് ആവി കയറ്റി കേട്ടോ. ഗ്യാസ് നല്ലോണം കുറച്ച് വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് ഒക്കെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. വെക്കലും ദമ്മിടലും ഒക്കെ ഗ്യാസുമ്മ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയും വാസനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ ചോറ് വേറെയും ചിക്കനും വേറെയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വേറെ ചെമ്പട്ടിക്ക് ചോറ് മുഴുവനായിട്ടും എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പിന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ കുട്ടികളൊക്കെ ലീവാണ്. പിന്നെ ഹസ്ബൻഡ് പോലൊക്കെ ലീവല്ലേ ആയിരിക്കും. അപ്പോൾ ചില വെള്ളിയാഴ്ച പിന്നെ ഞായറാഴ്ചയൊക്കെ മന്തി ആയിട്ടോ ബിരിയാണി ആയിട്ടോ നെയ്ച്ചോറായിട്ടോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും. മക്കൾക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.